നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 16ാം കേരള നിയമസഭയുടെ പ്രോട്ടേം സ്പീക്കറായി മുതിർന്ന നിയമസഭാംഗം ജി സുധാകരൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. നമുക്കറിയാം, ജി സുധാകരൻ രാഷ്ട്രീയ പശ്ചാത്തലം, അതായത് തിരഞ്ഞെടുപ്പ് ഒരു നിർണായക ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴായിരുന്നു CPM-ൽ നിന്ന് അദ്ദേഹം രാജിവെച്ച് കോൺഗ്രസിനോട് ചേർന്നത്. ഇപ്പോൾ അദ്ദേഹം പ്രോട്ടേം സ്പീക്കർ എന്ന ഒരു പദവിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ജി സുധാകരനും പിണറായി വിജയനും കേരളത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ ഇരുവരും ഏറ്റുമുട്ടുന്നവരാണ്. പല രീതിയിലുള്ള പ്രത്യാരോപണങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എയ്തവരാണ്. എന്തിന് പാർട്ടിയെ വിട്ടിട്ട് പോയ ജി സുധാകരൻ ചെയ്തത് ചെറ്റത്തരമാണെന്ന് വരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കൽ പരാമർശിച്ചിരുന്നു. അത് വലിയ വിവാദമായതാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രോംടൈം സ്പീക്കറായിട്ട് ജി സുധാകരൻ നിയമസഭയിൽ എത്തുന്നതും MLA ആയി പിണറായി വിജയൻ നിയമസഭയിൽ എത്തുന്നതും. ഇതിനെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന ചോദ്യങ്ങൾ, എന്ന ആകാംക്ഷകൾ, എന്ന ചർച്ചകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സജീവമാണ്. പ്രത്യേകിച്ച് റിപ്പോർട്ടർ, ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കമുള്ള ചാനലുകളിലെ റിപ്പോർട്ടർമാർ ഈ ഒരു കാര്യം, അതായത് പ്രോം ടൈം സ്പീക്കറായിട്ട് അങ്ങിരിക്കുമ്പോൾ അങ്ങയുടെ മുൻപിലേക്ക് MLA ആയിട്ട് പിണറായി വിജയൻ എത്തുകയാണ് എന്ന ചോദ്യം ഉയർന്നിരുന്നു. അതിന് അദ്ദേഹം നൽകിയ മറുപടി ഏറ്റവും ശ്രദ്ധേയമായി മാറുകയാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞു നോക്കാം. അതായത് ഇത് രാഷ്ട്രീയമാണ്. അദ്ദേഹം ഒരു MLA ആയിരുന്നു, ഞാൻ പ്രോം ടൈം സ്പീക്കറായിട്ട് ഈ സ്ഥാനത്തിരിക്കുന്നു. വ്യക്തികളെയല്ല നോക്കേണ്ടത്, പദവികളെയാണ് നോക്കേണ്ടത്. അതിൽ വലിയൊരു കാര്യം, അതായത് ഞാൻ പ്രോം ടൈം സ്പീക്കറായിട്ടിരിക്കുമ്പോൾ എൻ്റെ മുന്നിൽ പിണറായി വിജയൻ MLA ആയി നിൽക്കുന്നു എന്നത് ഒരു വലിയ ചർച്ചയാക്കേണ്ട വിഷയമൊന്നുമല്ല. അത്തരത്തിലുള്ള ഒരു വലിയ സംഭവമായി ഇതിനെ ഞാൻ കണക്കാക്കുന്നില്ല. പ്രോം ടൈം സ്പീക്കർ എന്ന ഒരു പദവി തനിക്ക് കിട്ടി, അത് താൻ നിർവഹിക്കും. അത് അങ്ങനെ മാത്രമേ കണക്കാക്കിയാൽ മതി. മറ്റു ചില വ്യാഖ്യാനങ്ങളൊന്നും അതിന് നൽകേണ്ടതില്ല എന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് ജി സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. രാഷ്ട്രീയത്തിൽ താൻ ശത്രുത സൂക്ഷിക്കാറില്ല. CPM-ന്റെ തോൽവിയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിണറായിക്കും MV ഗോവിന്ദനും ഒഴിയാനാകില്ല എന്നും ജി സുധാകരൻ പറഞ്ഞു. നിയമസഭയിൽ ഒരിക്കൽ കൂടി വരണമെന്ന് താൻ തീരുമാനിച്ചു. സ്വതന്ത്രമായി മത്സരിച്ചു. 63 വർഷത്തോളം പാർട്ടിയിൽ പ്രവർത്തിച്ചയാളാണ് താൻ. പാർട്ടിയിൽ നിന്നിട്ട് കാര്യമില്ലെന്ന് തോന്നി. രാജിവെക്കുകയോ പുറത്താക്കുകയോ ചെയ്തിട്ടില്ല. അംഗത്വം താൻ പുതുക്കിയിട്ടില്ല എന്നും ജി സുധാകരൻ പറഞ്ഞു. മാത്രമല്ല, റിപ്പോർട്ടർ ചോദിച്ച ചോദ്യത്തിന്, അതായത് അങ്ങയ്ക്ക് മുന്നിൽ പ്രോം ടൈം സ്പീക്കറായിട്ട് ജി സുധാകരൻ നിൽക്കുമ്പോൾ അങ്ങയ്ക്ക് മുന്നിൽ പിണറായി വിജയൻ MLA ആയി എത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്തില്ല എന്ന തരത്തിലുള്ള ചില ചർച്ചകളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്നുണ്ട്. അതിനോട് എന്താണ് അങ്ങയുടെ പ്രതികരണം എന്ന് ആരാഞ്ഞതിന്, അത്തരത്തിലുള്ള ചർച്ചകളൊന്നും, അത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും താൻ ശ്രദ്ധിക്കാറില്ല. ഇനി അങ്ങനെ സംഭവിച്ചാൽ തന്നെ എന്താണ് കുഴപ്പം? ഞാൻ പ്രോം ടൈം സ്പീക്കറായിട്ടിരിക്കുന്നു, എൻ്റെ മുന്നിൽ പിണറായി വിജയൻ MLA എത്തുന്നു, അതിൽ എന്താണ് ഇത്ര കുഴപ്പം? ഇത്രയും ചർച്ചയാക്കാൻ വേണ്ടി മാത്രം ഇതിൽ എന്താണ് ഇരിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു ചോദ്യമായിരുന്നു ജി സുധാകരന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. എന്തായാലും ഈ ഒരു രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത് സഭയിൽ അപൂർവമായ ആ രാഷ്ട്രീയ ചിത്രത്തിലേക്കാണ്. നമുക്കറിയാം, വലിയ രീതിയിലുള്ള ഒരു പോരാട്ടം ഇരുവർക്കും ഇടയിൽ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഒരു വ്യക്തി ഒരു വലിയ സ്ഥാനത്തേക്ക് പോകുന്നു, ആ മുന്നിലേക്ക് മറ്റൊരു വ്യക്തി, സാഹചര്യങ്ങളൊക്കെ അറിയാവുന്നതാണല്ലോ. അപ്പോൾ ആ ഒരു രാഷ്ട്രീയ ചിത്രമായിട്ട് തന്നെ അത് മാറും. പ്രോം ടൈം സ്പീക്കർ, MLA എന്ന പദവികളിലേക്ക് ഇരുവരും എത്തുമ്പോൾ അതൊരു വലിയ രാഷ്ട്രീയ ചിത്രമായി തന്നെ മാറുകയാണ്. വില കൽപ്പിക്കപ്പെടുന്നുണ്ട് ആ ഒരു ചിത്രത്തിന്. എന്തായാലും അത്തരത്തിൽ ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് ജി സുധാകരൻ നൽകുന്ന മറുപടി. അമ്പലപ്പുഴയിൽ നിന്നുമാണ് സ്വതന്ത്രനായി ജി സുധാകരൻ വിജയിച്ചത്. കൂടുതൽ കാലം MLA ആയിരുന്ന മുതിർന്ന അംഗമെന്ന പരിഗണനയിലാണ് അദ്ദേഹത്തിന് പ്രോം ടൈം സ്പീക്കർ എന്ന ചുമതല നൽകിയത്. സുധാകരന് മുന്നിൽ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയൻ നിയമസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യാൻ കാത്തിരിക്കുകയാണ് ഏവരും. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിസഭയിലെ മറ്റംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു. 16ാം നിയമസഭയിലെ ആദ്യ അംഗമായാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. വ്യാഴാഴ്ച നടക്കുന്ന മുഴുവൻ MLA-മാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ജി സുധാകരന്റെ നേതൃത്വത്തിലായിരിക്കും നടക്കുക. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ അദ്ദേഹം സഭയെ നിയന്ത്രിക്കും. സ്പീക്കർ സ്ഥാനത്തേക്ക് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെയും വിജയിപ്പിക്കാനാണ് UDF-ന്റെ നീക്കം. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിൽ യോഗം ചേരുകയാണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്യുന്ന ധവളപത്രം പുറത്തിറക്കുന്നത് സംബന്ധിച്ചും സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കുന്നത് സംബന്ധിച്ചും യോഗത്തിൽ തീരുമാനങ്ങൾ ഉണ്ടായേക്കും. വരാനിരിക്കുന്ന ബജറ്റ് അവതരണത്തിന് മുന്നോടിയായി സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള നിർദ്ദേശങ്ങൾ യോഗം ചർച്ച ചെയ്യും. ആശാ വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ചും ജൂൺ 15 മുതൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സ്ത്രീകൾക്കുള്ള സൗജന്യ ബസ് യാത്രാ പദ്ധതിയുടെ വിശദമായ പ്ലാൻ തയ്യാറാക്കുന്നതിനെ കുറിച്ചും ചർച്ചകൾ നടക്കും. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് ജൂൺ 15-ലേക്കാണ്. VD സതീശൻ സർക്കാർ വാഗ്ദാനം ചെയ്ത സ്ത്രീകൾക്കായുള്ള സൗജന്യ യാത്ര, ബസ്സിലെ സൗജന്യ യാത്ര, അത് ഇത്ര വേഗത്തിൽ നടപ്പിലാകുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അതിൻ്റെ ഒരു ആകാംക്ഷയൊക്കെ സ്ത്രീ വോട്ടർമാർക്കുണ്ട്.
അപ്പോൾ യാത്രക്കാരായ സ്ത്രീകൾ ഈ ഒരു തീരുമാനത്തോട് ജൂൺ 15 മുതൽ നടപ്പിലാകാൻ പോകുന്ന ഈ ഒരു തീരുമാനത്തോട് പ്രതികരിച്ചിരിക്കുകയാണ്. അവരുടെ പ്രതികരണത്തിലേക്ക് പോവുകയാണ്. എല്ലാ സ്ത്രീകൾക്കും കിട്ടണം തന്നെയാണ് ആഗ്രഹം. ആശങ്കയുണ്ട്, നടപ്പിലാകും. കുറച്ചു പേർക്കെങ്കിലും അതിന്റെ ഇത് കിട്ടുമെന്നുള്ള ഒരു ഇതുണ്ട് പിങ്ക് ബസ് ഇറങ്ങുമ്പോഴത്തേക്ക് എന്നാണ്. പിന്നെ ഒന്നറിയാൻ വയ്യ തീരുമാനങ്ങൾ എന്തൊക്കെയായി വരുമെന്ന്. സാമ്പത്തിക പ്രശ്നമല്ലേ, ആശങ്കയില്ല, നടപ്പിലാകും. അത് ഉറപ്പാണ്. പക്ഷേങ്കില് എത്ര നാളത്തേക്കെന്ന് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എത്ര മാസം. പക്ഷെ ഇത് ഒരു ഭിന്നശേഷിക്കാർക്കോ വയോജനങ്ങൾക്കോ ഒക്കെ ആയിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. ആ, ഒരു താഴ്ന്ന കാറ്റഗറിയിലൊക്കെ ഉള്ളവർക്കാകുമ്പോഴത്തേന് കുറച്ചുകൂടെ ഈ ലക്ഷക്കണക്കിന് ശമ്പളം മേടിക്കുന്നവർ ഈ ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് എന്താ ഒരു നേട്ടം? അത് ശരിക്കും പറഞ്ഞ വൃദ്ധരായവർക്കും സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവർക്കും അത് അനുവദിച്ചു കൊടുക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. സന്തോഷം. നല്ലൊരു തീരുമാനമാണ്. പെട്ടെന്ന് തന്നെ നടപ്പിലാകുന്നതിൽ സന്തോഷമുണ്ട്. ഈ വാഗ്ദാനം വന്നപ്പോ ഇത്ര പെട്ടെന്ന് നടപ്പിലാകുമെന്ന് കരുതിയിരുന്നോ? അടുത്ത മാസം മുതൽ നടപ്പിലാകുമെന്ന് കരുതിയിരുന്നോ? ഇല്ല. സ്ഥിരം ബസ് യാത്ര ചെയ്യുന്ന ആളാണോ? ഇല്ല, വല്ലപ്പോഴേ ഉള്ളൂ. അപ്പൊ സ്ഥിരമൊക്കെ ബസ് യാത്ര ചെയ്യുന്നവർക്ക് വലിയൊരു അത് തന്നെ, വലിയ ഇത് തന്നെ സന്തോഷമാണ്. വേഗം നടപ്പിലാകട്ടെ, ഒരിടത്തും നിന്ന് പോവാതിരിക്കും അല്ലേ? അടുത്ത മാസം മുതൽ സ്ത്രീകൾക്ക് ഫ്രീ യാത്രയാണ്. അപ്പൊ എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. എങ്ങനെയാണ് എല്ലാ ബസ്സിലും ഫ്രീ യാത്രയാണ്? പിന്നീട് അറിയിക്കുക അടുത്ത മാസം മുതൽ നടപ്പിലാകുമെന്ന് പറഞ്ഞു. വളരെ സന്തോഷം. ഇത്ര പെട്ടെന്ന് നടപ്പിലാകുമെന്ന് കരുതിയോ? പെട്ടെന്ന് നടപ്പിലാകുമെന്ന് വിചാരിച്ചില്ല. കാര്യം എന്താന്ന് വെച്ചാൽ വാഗ്ദാനം അടുത്ത മന്ത്രിസഭ ഇറങ്ങാറാകുമ്പോഴാണ് അവരെല്ലാ വാഗ്ദാനങ്ങളും പാലിക്കണത് അല്ലേ? ഇപ്പൊ പെൻഷൻ ആയാലും ഇപ്പൊ 2000 രൂപ ആക്കിയത് അടുത്ത മന്ത്രിസഭ വരാറായപ്പോഴാണ്. ഇപ്പൊ 3000 രൂപ ആക്കൂന്ന് പറഞ്ഞ അപ്പൊ അതിൽ പക്ഷെ ഇതിപ്പം വലിയ സന്തോഷം തുടക്കത്തില് വന്നതില്. മാനദണ്ഡങ്ങൾ വന്ന ഏത് രീതിയിലുള്ള മാനദണ്ഡം വേണമെന്നാണ് ആഗ്രഹിക്കുന്നത്? ഏതെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് എല്ലാവർക്കും വെച്ചാൽ എന്റെ ഒരു അഭിപ്രായം പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എല്ലാവർക്കും കിട്ടാനായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥയിൽ എനിക്ക് അതിനോട് യോജിപ്പില്ല. അതിൽ കുറച്ച് പ്രായമുള്ളവർക്ക് ഒരു ഇതാക്കണമെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും തോന്നുന്നു. എല്ലാവർക്കാകുമ്പോൾ അതിൽ സാമ്പത്തികം ഉള്ള ആൾക്കാരും ഉണ്ട്. ഇല്ല അപ്പൊ അങ്ങനെയുള്ള ഒന്നേയും BPL കാർഡുകാർക്കോ അല്ലെങ്കിൽ ഒരു 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർക്ക് എൻ്റെ ഒരു അഭിപ്രായമാണ്. പൊതുവെ എനിക്കറിയില്ല. മറ്റേ നമുക്ക് എല്ലാവർക്കും ആകുമ്പോഴത്തേക്ക് പൊതുവെ നമുക്ക് കേരളത്തിൽ ഇപ്പോഴത്തെ ബാധ്യതയിലും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാന്നുള്ളതാണ് അല്ലേ? അപ്പൊ പുതിയ മന്ത്രിസഭ വന്ന് അവരിങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചപ്പോൾ ഞങ്ങൾക്ക് സന്തോഷം. ഇപ്പൊ ഫ്രീ ആയിട്ട് എല്ലാവർക്കും സന്തോഷമാണ്. പക്ഷെ അതിന്റെ പുറകെ സാമ്പത്തികം ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ ഇല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഇത് വന്നാൽ ചിലപ്പോൾ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു പേഴ്സണലായിട്ട്. അതാകുമ്പോൾ ചിലപ്പം കുറച്ചുകൂടെ കണ്ടിന്യൂ ആയിട്ട് പോകാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ പെട്ടെന്ന് ഒരു ആവശ്യത്തിൽ നമ്മൾ എല്ലാ സ്ത്രീകൾക്കും ഫ്രീ ആയിട്ട് കൊടുത്താൽ അത് എങ്ങനെയാണെന്ന് എനിക്ക്. പുരുഷന്മാർക്ക് പ്രായമുള്ളവർക്ക് വേണം തുല്യ പ്രായത്തില്, അതിനോട് ഞാൻ യോജിപ്പിക്കും. പുരുഷന്മാർക്ക് ഒരു 60-70 വയസ്സായ പുരുഷന്മാർക്ക് ഒന്ന് കൊടുത്താൽ കൊള്ളാം. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് എൻ്റെ ഒരു ഇതില് അതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നത്. ഇല്ലെങ്കിൽ പിന്നെ ഗവൺമെന്റ് എന്താന്ന് വെച്ചാൽ എന്തായാലും നമുക്ക് സന്തോഷം. സന്തോഷമല്ലോ, നല്ല സർക്കാരായിട്ട് ഞങ്ങൾക്കും അതേ പറയാനുള്ളത്. നന്നായിരിക്കും. ഈ സാറിന് ഇനിയും അങ്ങോട്ട്